സാധാരണ കാണുന്നതിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യൂഷ്വലി മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ദിസ് മ്യൂസിയം ഇൻ ദുബായ് ആക്ച്വലി ഗിവ്സ് us a glimpse into the future. Interesting, right? എങ്ങനെയാണെന്ന് നോക്കാം. So this is Museum of the Future in Dubai, which is one of the most iconic landmarks in Dubai. ഇതെന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് മ്യൂസിയമാണ്. അതായത് ഇതിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം 2071 ആകുമ്പോഴത്തേനും എക്സിസ്റ്റൻസിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉള്ളതല്ല. ദീസ് ആർ ലൈക്ക് പ്രിഡിക്ഷണൽ തിങ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. അതായത് ഇതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് അസിമെട്രിക് ടോറസ്. ഇത് പണിതിരിക്കുന്നത് ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേയിലാണ്. അതായത് ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് എൻ ആർക്കിടെക്ചറൽ മാർവൽ. ഇതിൻ്റെ ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കാണുന്നില്ലേ, ദോസ് ആർ ആക്ച്വലി വെറുതെ കുത്തിയടിച്ചിട്ടിരിക്കുന്നതല്ല. ദോസ് ആർ അറബിക് കാലിഗ്രഫി. നമ്മുടെ ദുബായിയുടെ റൂളർ ദുബായിയുടെ ഫ്യൂച്ചറിനെയും ഇന്നോവേഷനെയും ഒക്കെ പറ്റി പറയുന്ന ചില കോട്ട്സ് ആണ് അവരവിടെ അറബിക് കാലിഗ്രഫിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓൾസോ ദോസ് ആർ ആക്ച്വലി ഗ്ലാസ് വിൻഡോസ്. ഉള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗ്ലാസ് വിൻഡോസ് ആയിട്ടാണ് തോന്നുന്നത്. ഓൾസോ ഇതിൻ്റെ നടുക്ക് കാണുന്ന ഒരു ഹോളോ, ദാറ്റ് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റിങ് ദി അൺനോൺ ഫ്യൂച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇതിലും നല്ലൊരു ഡിസൈൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. ബേസിക്കലി ഇറ്റ് ആക്ച്വലി gives us a glimpse into the future. അതായത് ഇറ്റ് ഷോസ് ഹൗ സയൻസ് ആൻഡ് ടെക്നോളജി ക്യാൻ ഹെൽപ്പ് us ഇവോൾവ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതാണ് ബേസിക്കലി മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ലോബി എന്ന് പറയുന്നത്. നമ്മൾ മെട്രോയിൽ നിന്ന് വന്നതുകൊണ്ട് ഡയറക്റ്റ്ലി മെട്രോയിൽ നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് കണക്ഷൻ വരുമ്പോൾ ഈ ഒരു ഫ്ലോറിലേക്കാണ് എത്തുന്നത്. താഴെയാണ് ഇതിൻ്റെ ലോബി. എൻ്റെ അമ്മേ, അടിപൊളിയായിട്ടുണ്ട് ഈ സ്ഥലം. സോ നമുക്കിപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടെങ്കിലും ആദ്യം അത് ഇവിടെ കാണിച്ചിട്ട് നമ്മളൊരു റിസ്റ്റ് ബാൻഡ് കളക്ട് ചെയ്യണം. റിസ്റ്റ് ബാൻഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗൊക്കെ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഈ ക്യൂവിൽ നിൽക്കണം. ആ ക്യൂ നമുക്ക് ഫസ്റ്റ് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ 30% കിട്ടിയാണ്. ബട്ട് നമ്മൾ ഓൾറെഡി ഓൺലൈൻ എടുത്തു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ. കാരണം ഈ തിരക്ക് കണ്ടിട്ട് എനിക്ക് തോന്നില്ല എവിടെ ഇപ്പോൾ ടിക്കറ്റ് കിട്ടുമെന്ന്. കിട്ടില്ല. ബാൻഡൊക്കെ കളക്ട് ചെയ്തു. ഇതിൻ്റെ കൂടെ അവർ ഒരു സാധനം കൂടെ തന്നത് നിഖിലാണ് വെയർ ചെയ്യുന്നത് തന്നെ. ഈ ഒരു ഓറഞ്ച് സാധനം കഴുത്തിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാരൻ്റ്ലി ഇവർ ഡിറ്റക്ട് ചെയ്യും നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന്. ഇറ്റ്സ് ലൈക്ക് എ GPS സിസ്റ്റം. ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം അത് നമുക്ക് ഹെഡ്സെറ്റിലൂടെ പറഞ്ഞു തരും. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് സ്ഥലം ഡിറ്റക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ഗിവ് യു മോർ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പ്ലേസ് ഇൻസൈഡ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യൂ. ഇതൊരു റോബോട്ടിക് സംഭവമാണ്. അതിൻ്റെ ചിറകൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തോ റോബോട്ടിക് മെക്കാനിക്കൽ പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് അത് കറങ്ങണേ. ഇറ്റ്സ് ആക്ച്വലി ഫ്ലൈയിങ്, തൂക്കിയിട്ടിരിക്കുന്നില്ല. ഇതൊരു റോബോട്ടിക് ഫിഷാണ്. ഓക്കെ, ഇതിന് മെയിൻ ഒരു കാര്യമുണ്ട്. ഈ ലോബി എന്ന് പറയുന്നത് ഈസ് ഫ്രീ ഫോർ എവ്രി വൺ. ഈ ലോബി കയറാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ലോബിയിൽ വരാം, ഈ പരിസരങ്ങളൊക്കെ കാണാം, ഈ ഫിഷിനെയൊക്കെ കാണാം. പിന്നെ അവിടെ കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ബാഗ് വെക്കണം, അതാണ് ഇനി അടുത്ത ചടങ്ങ്. ഇവിടെ ഒരു മെയിൻ സംഭവമുണ്ട്. ദിസ് ഇസ് റോബോട്ടിക് ഹാൻഡ്. ഈ റോബോട്ടിക് ഹാൻഡ് നമുക്ക് ടീ തരും. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു. നമ്മളിവിടെ ജസ്റ്റ് ഓർഡർ ചെയ്യണം, ഈ സാധനം നമുക്ക് ചായ ഉണ്ടാക്കി തരും. സോ ഇത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കൊച്ചവിടെ റോബോട്ടിന്റെ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ, ബാഗ് അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നു. ലഗേജ് സർവീസ്. അപ്പോൾ നമ്മളോട് ഇവർ മുമ്പ് പറഞ്ഞൊന്നുമില്ല ബാഗ് എടുക്കാൻ പാടില്ല എന്ന്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ആൻഡ് ഞങ്ങൾ ബാഗ് ഇവിടെ വെച്ചു. ആൻഡ് അതിന് വെറുതെ 10 dirhams കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ ടോക്കൺ. ആൻഡ് വി ഹാഡ് ടു പേ 10 dirhams ജസ്റ്റ് ടു കീപ്പ് അവർ സ്മോൾ ബാഗ് ഇൻ ദ ലോക്കർ.
space station community was built. The break will last for 4 minutes. Wait while Aya begins. Thank you. Each planet is set of Nastula, which was a navigational instrument developed in the Islamic Golden Age of science. We also have this beautiful belief that says the space is for everybody, and in different languages around the moon. 2071, 24 hours until the beam test to the Amazon Rectina. Now, why the Amazon Rectina? To receive the first source of solar energy. That is because the next chapter of your journey is the healing. I'm an asteroid fleet pilot. My outpost is an asteroid fleet. I will learn more about it. Asteroid fleet pilot is എന്താണ്? That's you, applicant pioneer. Assist us with one of our research missions. If you have any questions, my followers, scientists, and I were more than happy to assist. So again, you just hold it up like this. This is the camera, this is the sensor. You aim it like this. Press and hold. ഓക്കെ ആ ക്യാമറ മുന്നിൽ പിടിക്കും. Hello dear my dears, welcome to our beautiful DNA library. Kindly please join me all the way to the This is center. a Rosictus Agitechus. This megabat has a huge wingspan. മെഗാ ബാറ്റ്. Now kindly join me all the way on the center. Welcome. Your right hand side, you'll This is an Orctus pamelae. The small owl is found in woodlands across Saudi Owl. Arabia, Oman, and Yemen. This eats insects, reptiles. navigate to enhance your experience. Going up, and this is the right. Are you ready? And then you come closer to the speakers, and let's just start. 1, 2, 3. അടിപൊളി. Still
കൊള്ളാം ഈ സാധനം. ഭൂപ്പേ നിന്റെ പട്ടി. ഈ സൗമ്യയുടെ ഇത് വർക്ക് ചെയ്യും. I don't know. ഇവിടെ എന്താ? ഭൂപ്പേ ഭൂപ്പേ, you could fly to work. This is a propeller suit. It's a gravity jet suit. ഡൽഹി കോട്ടയം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനെ പറ്റി കൂടുതൽ അറിയണം. ഇന്നാണ് ഞാൻ ഉണ്ടാവുക. I feel so interested. Tesla glove. Chairless. ഇതേ നോക്കി. This is a chairless chair. We would need it when we stand in the queues. നമ്മൾ ഇന്നലെ പറഞ്ഞേ അതിന്റെ കാലം ഉണ്ടാവാ. ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ അതിന് പ്രോട്ടോടൈപ്പ് ഇതെന്താ സാധനം? ഹലോ എടുക്ക്. ഓ